വിവാദങ്ങൾക്കിടെ കേരള സർവകലാശാല ഡീനും സംസ്കൃത വകുപ്പ് മേധാവിയുമായ പ്രൊഫസർ CN വിജയകുമാരിയെ പോണ്ടിച്ചേരി കേന്ദ്ര സർവകലാശാലയുടെ പരമോന്നത സമിതിയായ കോർട്ടിലേക്ക് 3 വർഷത്തേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തു. കേരള സർവകലാശാലയിൽ നിന്ന് ആദ്യമായാണ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു അധ്യാപികയെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്. അതിനിടെ ഒരിടവേളയ്ക്ക് ശേഷം കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ എത്തിയ പ്രൊഫസർ CN വിജയകുമാരിയെ പെൺകുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികൾ ഓഫീസിന് മുന്നിൽ ഉപരോധിച്ചു. ഗവേഷക വിദ്യാർത്ഥിയായ വിപിൻ വിജയനോട് ഡീൻ ജാതി അധിക്ഷേപം കാട്ടിയെന്ന് ആരോപിച്ച് ഡീനിന് വേണ്ട ഒത്താശ ചെയ്യുന്ന VC ഡോക്ടർ മോഹനൻ കുന്നുമേലിനും എതിരായി വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിച്ച് 1 മണിക്കൂറിലേറെ ഉപരോധ സമരം നടത്തി. ഓപ്പൺ ഡിഫൻസിനോട് അനുബന്ധമായി നടന്ന സംവാദത്തിൽ ചോദ്യങ്ങൾക്ക് സംസ്കൃതത്തിലോ ഇംഗ്ലീഷിലോ മറുപടി പറയാൻ വിപിൻ വിജയന് സാധിച്ചിരുന്നില്ല. പ്രബന്ധരചനയിൽ മെത്തഡോളജി പാലിച്ചില്ലെന്നും ബോർഡ് ചെയർമാൻ യൂണിവേഴ്സിറ്റി ഡീൻ കൂടിയായ തനിക്ക് നിരീക്ഷണം നടത്തുന്നതിന് അവസരം നൽകാതെ ഓപ്പൺ ഡിഫൻസ് അവസാനിപ്പിച്ചുവെന്നും ഓപ്പൺ ഡിഫൻസ് വീണ്ടും നടത്തണമെന്നും ആവശ്യപ്പെട്ട് വിപിൻ VCക്ക് പരാതി നൽകിയതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ചെയർമാന്റെ റിപ്പോർട്ടും ഡീനിന്റെ പരാതിയും VC സിൻഡിക്കേറ്റിന്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. വിവാദമായ വിപിൻ വിജയന്റെ ഡിഗ്രി അവാർഡ് ഒഴിച്ച് 64 പേർക്ക് VC യൂണിവേഴ്സിറ്റി നിയമപ്രകാരമുള്ള പ്രത്യേക അധികാരമുപയോഗിച്ച് PhD അവാർഡ് ചെയ്യുകയായിരുന്നു. എല്ലാ സമിതികളും ശുപാർശ ചെയ്തതായിരുന്നു വിപിന്റേതൊഴികെയുള്ള അവാർഡുകൾ. ഗവേഷക വിദ്യാർത്ഥിയായ വിപിൻ വിജയൻ നൽകിയ പരാതിയെ തുടർന്ന് ജാതി അധിക്ഷേപത്തിന്റെ പേരിൽ കഴക്കൂട്ടം പോലീസ് വിജയകുമാരിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ ഹൈക്കോടതി വിജയകുമാരിയുടെ അറസ്റ്റ് 2 ആഴ്ചത്തേക്ക് തടഞ്ഞു. അതിനിടെ അറസ്റ്റ് ഒഴിവാക്കാൻ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യത്തിന് വിജയകുമാരി അപേക്ഷ നൽകി. ഭരണകക്ഷിയും SFIയും വിജയകുമാരിയെ പ്രതിക്കൂട്ടിലാക്കി സമ്മർദ്ദത്തിലാക്കി വിരട്ടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോണ്ടിച്ചേരി കേന്ദ്ര സർവകലാശാലയുടെ പരമോന്നത സമിതിയായ കോർട്ടിലേക്ക് ഇവർക്ക് നിയമനം ലഭിച്ചത്. ഇത് സമരക്കാരുടെ മുനയൊടിക്കുന്ന നടപടിയായി.